ഹലോ, നമുക്ക് ക്ലാസ് 4ന്റെ EVSന്റെ PA2 സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്ത് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പിക്ചേഴ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമിന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സിലുള്ള എല്ലാ ചിത്രങ്ങളും എല്ലാ പിക്ചേഴ്സും നോക്കി മനസ്സിലാക്കി അതിൻ്റെ പേരുകളും പഠിച്ചു വെക്കണം. ഇവിടെ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പിക്ചേഴ്സ് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേരുകൾ എഴുതണം. ഫസ്റ്റ് വൺ എന്താണ് അതിന്റെ പേര്? ക്യൂരിജ്. സെക്കൻഡ് വൺ ഖുണ്ടി. തേർഡ് വൺ ഇന്ത്യൻ റോബിൻ. ഇനിയും പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് തരാം, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ, യെസ്, ടൈലർ ബേർഡ്. നെക്സ്റ്റ് വൺ ഇസ് ഒരു ലിഫ്റ്റ് ആണല്ലേ, ഒരു പഴയ മോഡൽ ലിഫ്റ്റ് ആണത്. അടുത്തത് മേസി. പിന്നെ ബിഹു സെലിബ്രേഷന്റെ ഫോട്ടോ ആണ്. നിങ്ങളുടെ ബുക്കിലുള്ളത് എങ്ങനെയാണെന്ന് ശരിക്കും നോക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ബുക്കിലുള്ളത് പോലെ ആ ഒരു സാരിയുടെ കളറും ഡ്രസ്സിന്റെ കളറും ഒക്കെ കണ്ടിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് വൺ, ഒരു വാളിൽ ഒരു ചെടി വളർന്നിരിക്കുകയാണല്ലേ, ആ ചെടിയുടെ പേരാണ് പീപ്പിൾ ട്രീ. നെക്സ്റ്റ് വൺ ബേലാഗർ. Why did Nandita have to bring her mother from the village to Mumbai? എന്തുകൊണ്ടായിരുന്നു നന്ദിതയ്ക്ക് അവളുടെ അമ്മേനെ മുംബൈയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്? നന്ദിതയുടെ അമ്മ സിക്കായിരുന്നു. അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഹോസ്പിറ്റൽസ് വില്ലേജിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് മുംബൈയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. She brought her mother to Mumbai for medical treatment. Next question. What are 3 sources of water? Sources of water. River, well, lake. ഇതല്ലാതെയും നിങ്ങൾക്ക് അറിയുന്ന ഏത് സോഴ്സ് വേണമെങ്കിലും എഴുതാം. സോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എവിടുന്നാണോ നമുക്ക് വെള്ളം കിട്ടുന്നത് അതാണ് സോഴ്സസ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് ORS. വയ്യാതാവുമ്പോ, പനി വരുമ്പോ അല്ലെങ്കിൽ ഛർദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ORS കലക്കി തരാറുണ്ടല്ലേ, ആ ORSന്റെ ഫുൾ ഫോം എന്താണ്? യെസ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. മുംബൈ ഈസ് ക്യാപിറ്റൽ ഓഫ് ദിസ് സ്റ്റേറ്റ്. മുംബൈ ഈസ് ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. വാട്ട് ഈസ് ലങ്കാർ? Write 2 other occasions when you eat together with your friends or family. Langar is a community kitchen in Sikkim where free food is served to everyone. സിക്കിമിലൊക്കെ ഉള്ള ഗുരുദ്വാര എന്ന് പറയുന്ന ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് ഗുരുദ്വാരസ്. അങ്ങനെയുള്ള ഗുരുദ്വാരാസിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് ലങ്കാർ. അവിടെ എല്ലാ ദിവസവും എവിടുന്ന് വന്നോ ആര് വന്നോ വിശന്ന് വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് സെർവ് ചെയ്യും. Langar is a community kitchen in Sikkim where free food is served to everyone. ഇനി വേറെ ഏതൊക്കെ ഒക്കേഷൻസിലാണ് നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്? ഏതെങ്കിലും 2 ഒക്കേഷൻസ് നിങ്ങൾക്ക് എഴുതാം. ഫാമിലി ഗാദറിങ്സ് ലൈക്ക് മാരേജ് ഫംഗ്ഷനോ ബർത്ത്ഡേ പാർട്ടിയോ ഹൗസ് വാമിംഗ് പാർട്ടീസോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് സച്ച് ആസ് ഓണം, ക്രിസ്മസ്, ഈദ് അല്ലെങ്കിൽ വിഷു, അങ്ങനെ പല പല ഫെസ്റ്റിവൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിലും ഫാമിലി ഗാദറിങ്സിലും ഒക്കെ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവിടെ കുറച്ച് പ്ലാന്റ്സും വെജിറ്റബിൾസിന്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഇതിലേതൊക്കെയാണ് റൂട്ട് വെജിറ്റബിൾ, ഇതിലേതൊക്കെയാണ് ലീഫ് വെജിറ്റബിൾ, ഏതിൻ്റെയൊക്കെയാണ് നമ്മൾ സ്റ്റെം കൺസ്യൂം ചെയ്തത്, ഏതൊക്കെയാണ് ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റൂട്ട്. ക്യാരറ്റ് ആൻഡ് ബീറ്റ്റൂട്ട്, ഇത് രണ്ടും റൂട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ലീഫ്, ഇല. ഏതിൻ്റെയാണ് ഇല കഴിക്കുക? സ്പിനാച്ച് ആൻഡ് കൊറിയാണ്ടർ. സ്റ്റെം, ഷുഗർ കെയിൻ ആൻഡ് പൊട്ടാറ്റോ, ഇത് രണ്ടിലും സ്റ്റെം ആണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക. ഫ്ലവർ, കോളിഫ്ലവർ, ബ്രോക്കോളി.
Write 2 diseases which are caused by drinking dirty water. പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത അയച്ചുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖങ്ങളുടെ പേരെഴുതണം. 2 അസുഖങ്ങളാണ് കോളറ, ഡിസെൻട്രി. ഇതല്ലാതെയും കുറേ അസുഖങ്ങളുണ്ട്. നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്ന പേരുകൾ ഏതാന്ന് പഠിച്ചിട്ട് അത് എഴുതാം. How can you know that the vegetable gets spoiled? കിച്ചണിലിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും ഈ വെജിറ്റബിൾ സ്പോയിൽ ആയിട്ടുണ്ടെന്ന്? എങ്ങനെയാ നിങ്ങൾക്കത് മനസ്സിലാവുക? Vegetable get spoiled when they become soft, discolored and have foul smell. How do birds use their nest? എന്തിനു വേണ്ടിയാണ് ബേർഡ്സ് അവരുടെ നെസ്റ്റ് അല്ലെങ്കിൽ കൂട് യൂസ് ചെയ്യുന്നത്? Birds use their nest for laying eggs and protecting their younger one until they are strong enough to leave the nest. എഗ് ലേ ചെയ്യാനും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ് പക്ഷികൾ അവരുടെ നെസ്റ്റ് ഉപയോഗിക്കുന്നത്. How does a desert oak tree get water for its roots? എങ്ങനെയാണ് ഡെസേർട്ട് ഓക്ക് ട്രീക്ക് അതിന്റെ റൂട്ടുകൾക്ക് വെള്ളം കിട്ടുന്നത്? കാരണം ഡെസേർട്ട് അറിയാം, ഡെസേർട്ടിൽ വെള്ളം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറേ ആഴത്തിൽ വരെ വെള്ളം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഡെസേർട്ട് ഓക്കിന് വെള്ളം കിട്ടുന്നത്? A desert oak tree gets water for its root by having deep, long roots that can reach underground water sources even in dry condition. അതിന്റെ റൂട്ട്സ് സാധാരണ മരത്തിന്റെ റൂട്ട്സിനേക്കാളും വളരെ ഡീപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഏറ്റവും അടിയിൽ, ഭൂമിക്ക് അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഉള്ള അവിടെ വരെ പോകാൻ പറ്റിയ റൂട്ട്സ് ഉണ്ടാവും ഡെസേർട്ട് ഓക്കിന്. അങ്ങനെയാണ് അതിന് വാട്ടർ കിട്ടുന്നത്. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് സെലിബ്രേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ആഘോഷങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റ്സിലാണ് മെയിൻ ആയിട്ട് ആഘോഷിക്കാറുള്ളതെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. ഓണം എല്ലാവർക്കും അറിയാം, കേരള. ബിഹു ആസാം. പൊങ്കൽ തമിഴ്നാടു. ലോറി പഞ്ചാബ്. അപ്പോൾ ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. ബുക്കിലുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.